നവീകരണ ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഞങ്ങൾക്ക് കൈവന്നിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബങ്ങൾ എല്ലാം ഒരു ദേവാലയമാകണം. കുടുംബങ്ങളെല്ലാം ആരാധനയുടെ കേന്ദ്രമാകണം. കുടുംബങ്ങളിലെല്ലാം ദൈവവചനത്തിൻ്റെ മാറ്റൊലി കടന്നു ചെല്ലണം. ദൈവമേ, ഞങ്ങൾക്കിപ്പോൾ നൽകിയിരിക്കുന്ന ഈ വലിയ പ്രയാസങ്ങളെ ഞങ്ങൾ സന്തോഷത്തോടുകൂടി ആത്മീകമായ ശക്തിയോടുകൂടി സ്വീകരിക്കുന്നു. ഈ ജീവിത സാഹചര്യങ്ങളിൽ നിൻ്റെ തിരുവചനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാനും നിൻ്റെ കൂദാശകളുടെ മഹത്വം മനസ്സിലാക്കുവാനും പ്രതീകമായി കൂദാശകളുടെ കൂദാശയായ ദിവ്യകാരുണ്യം സ്വീകരിച്ച് ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിൻ്റെ പ്രതീകമായിട്ടുള്ള ആ വലിയ സാന്നിധ്യം അനുഭവിക്കുവാനും ഞങ്ങളെ സഹായിക്കുന്നതാകട്ടെ ഈ വചനപ്രഘോഷണ സമയങ്ങൾ. നവീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ 40 വർഷം മുമ്പുള്ള ആ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ അടിവേരിലേക്ക് ഒന്ന് കടന്നു പോകാം. എന്താണ് സത്യം പറഞ്ഞാൽ പഴയ കരിസ്മാറ്റിക് നവീകരണ ധ്യാനം? സഭയ്ക്ക് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് സഭ അധികാരികളുടെ അനുവാദത്തോടുകൂടി സാധിക്കുമെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനയിലും കൗദാശിക ജീവിതത്തിലും വചന പഠനത്തിലും പരസ്പര സ്നേഹത്തിലും തെറ്റുകൾ തിരുത്തലിലും പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തിയിലും കൂട്ടായ്മയിൽ വളർന്നു വരുന്ന ഒരു സമൂഹത്തിൻ്റെ പേരാണ് കരിസ്മാറ്റിക് നവീകരണ അനുഭവ മക്കൾ. സമൂഹത്തിന് കരിസ്മാറ്റിക് സമൂഹമെന്ന് പറയുന്നത് അത് പൂർണ്ണമായി ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമാണെന്ന് പോൾ ആറാമൻ മാർപ്പാപ്പ സെൻറ്റ് കലിസ്റ്റസ് കാറ്റക്കുമ്പിൽ വെച്ച് പ്രസ്താവിച്ചപ്പോൾ അന്നുവരെ ഉണ്ടായിരുന്ന കരിസ്മാറ്റിക് നവീകരണത്തെ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണമായി അംഗീകരിക്കുകയും ആശീർവദിക്കുകയും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്തു. എന്താണ് നമ്മുടെ ഇന്നത്തെ നവീകരണം? വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നത് ഈ വലിയ സത്യമാണ്. മെച്ചപ്പെട്ട നിരന്തരമായ യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും സമ്പൂർണമായ സമർപ്പണമാണ് നവീകരണം. എത്രമാത്രം പൂർണ്ണമായി ഞാൻ ജീവിക്കുന്ന അവസ്ഥയിൽ എനിക്കെന്നെ തന്നെ പൂർണ്ണമായി കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയുന്നുവോ, അത്രമാത്രം നമ്മളിൽ കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടാകും. നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്
യേശുവിൻ്റെ കൗദാശികമായ സാന്നിധ്യത്തിലാണ്. യേശു ഇവിടെ ഉണ്ട്. കാരണം യേശുവിനെ കൂടാതെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാനോ കൂദാശകൾ പരികർമ്മം ചെയ്യാനോ മറ്റുള്ളവരെ സ്നേഹിക്കുവാനോ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനോ നമുക്ക് സാധ്യമല്ല. എന്താണ് ഈ നവീകരണമെന്ന് പറയുമ്പോൾ, നവീകരണത്തെക്കുറിച്ച് പഴയ നാളുകളിൽ എനിക്ക് ലഭിച്ചിട്ടുള്ളതായ ആ അറിവനുസരിച്ച് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഒരു നവീകരണമെന്ന് പറയുമ്പോൾ അത് ഒരു അന്വേഷണമാണ്. ദൈവവചനത്തിലൂടെ ദൈവത്തെ അന്വേഷിക്കുക, ദൈവവചനത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും അന്വേഷിക്കുക. ദൈവവചനമാണ് മീഡിയം. 1 കൊറിന്തോസ് 2-ാം അധ്യായത്തിൽ 3-4 തിരുവചനങ്ങളിൽ ഈ സത്യം പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ ഈ നവീകരണം ഒരു നവീകരണം തന്നെയാണ്, എ റിനീവൽ. എപ്പോഴും നവീകരണം സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവില്ലാതെ ഒരു നവീകരണവും ലോകത്തിൽ സംഭവിക്കില്ല. അപ്പോൾ നവീകരണം പരിശുദ്ധാത്മാവിലൂടെയാണ്. ഇത് നമുക്ക് ലഭിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനത്തിലൂടെയാണ്. എല്ലാം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവ്. മൂന്നാമതായി നമ്മുടെ നവീകരണം ഒരു സാക്ഷാത്കരണമാണ്. നമ്മുടെ നവീകരണം ഒരു സാക്ഷാത്കരണമാണ്. ഈ സാക്ഷാത്കരണം എന്ന് പറയുന്നത് കൂദാശയിലുള്ള വളർച്ചയാണ്. എത്രമാത്രം ദിവ്യകാരുണ്യം നമ്മുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേരുന്നുവോ അത്രമാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരണമുണ്ടാകും. ഞാനും ഈശോയും ഒന്നാകുന്ന ഏറ്റവും വലിയ സമയമാണ് ആ ദിവ്യകാരുണ്യത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്നത്. ഇന്ന് നമുക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനോ ദേവാലയങ്ങളിൽ പോകാനോ സാധിക്കാത്തതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്തോ ഒരു മ്ലാനത, പഴയ ദൈവികമായ തേജസ് നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം ദിവ്യകാരുണ്യത്തെ ചൈതന്യം വളരെ വലുതാണ്. നമുക്ക് ഈ കാര്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 35-ാമത്തെ തിരുവചനത്തിൽ വായിക്കാവുന്നതാണ്. നാലാമതായിട്ട് നമ്മുടെ ഈ നവീകരണം പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ നവീകരിക്കപ്പെട്ട മനുഷ്യനാണ്. പ്രാർത്ഥനയുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ 3 വലിയ ഗുണങ്ങൾ കാണാം. അവൻ സ്വീറ്റ്, മാധുര്യമുള്ള വ്യക്തിയായിരിക്കും. അവൻ വളരെയധികം മറ്റുള്ളവരോട് സ്നേഹമായി സൗമ്യമായി പെരുമാറുന്നവനായിരിക്കും, സൗമ്യതയുള്ള മനുഷ്യൻ. മൂന്നാമതായിട്ട് മുഖം നോട്ടമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്നവനായിരിക്കും, സഹായിക്കുന്നവനായിരിക്കും. അപ്പോൾ അത് പ്രാർത്ഥനയിലൂടെ മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ്. പ്രാർത്ഥിക്കുന്നവനിൽ ഈ 3 ഗുണങ്ങളുണ്ടാകണം. ഇല്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന വ്യർത്ഥമാണ്. ഇത് നമുക്ക് ലഭ്യമാകുന്നത് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ
2 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിലാണ്. 5-ാമതായിട്ട് നവീകരണം, കരിസ്മാറ്റിക് നവീകരണം എന്ന് പറയുന്നത് വിപ്ലവകരമായ ഒരു മാറ്റമാണ്. സാധാരണ മാറ്റമല്ല, വിപ്ലവകരമായ മാറ്റം. ഒരുപക്ഷെ എനിക്കും മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു നവീകരണ വിപ്ലവം ഇതിൽ നടക്കും. എത്രയോ വ്യക്തികളെ നമുക്ക് അതുപോലെ കാണുവാൻ സാധിക്കും. വിപ്ലവകരമായ മാറ്റം, മനുഷ്യൻ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മാറ്റം ദൈവം നമുക്ക് നൽകുന്നു. അത് പരിശുദ്ധാത്മാവിലൂടെയാണ്, നവീകരണത്തിലൂടെയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുവചനത്തിലാണ് ഈ സത്യം ദൈവം നമുക്ക് വചനത്തിലൂടെ വെളിപ്പെടുത്തി തരുന്നത്. 6-ാമതായിട്ട് നവീകരണം ഒരു തീരുമാനമാണ്. എപ്പോഴും നവീകരണം അവസാനിക്കുന്നതും ആരംഭിക്കുന്നതും തീരുമാനത്തിലൂടെയാണ്. തീരുമാനമെടുത്തിട്ട് പോയാൽ പോരാ. തീരുമാനമെടുത്തിട്ട് ആ തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന അവസ്ഥയാണ് നവീകരണം. നവീകരണത്തിൻ്റെ പ്രത്യേകതയാണത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞത്, സഭയ്ക്ക് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് സഭാധികാരികളുടെ അനുവാദത്തോടുകൂടി സാധിക്കുമെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനയിലും കൗദാശിക ജീവിതത്തിലും വചന പഠനത്തിലും പരസ്പര സ്നേഹ സേവനത്തിലും തെറ്റുകൾ തിരുത്തലിലും പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തിയിലും കൂട്ടായ്മയിൽ വളരുന്നതിൻ്റെ പേരാണ് നവീകരണ ജീവിതം. ഇതാണ് 40 വർഷങ്ങൾക്ക് മുൻപ് സെയിൻറ്റ് കലിസ്റ്റസ് കാറ്റക്കോമ്പിൽ വെച്ച് ഇന്ന് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട പോൾ 6-ാമൻ മാർപ്പാപ്പ നൽകിയ സന്ദേശത്തിൽ കാണുന്നത്. വളരെ വളരെ കൃത്യമാണ്. എന്താണ് നവീകരണം? നമ്മുടേതായ രീതിയിലുള്ള പോക്കല്ല നവീകരണം. നവീകരണം ഒരു പ്രസ്ഥാനമല്ല. നവീകരണം ഒരു മറ്റുള്ള രീതിയിലുള്ളൊരു കാര്യമല്ല. നവീകരണം ആത്മീകമായൊരു മുന്നേറ്റമാണ്. വ്യക്തിപരമായി മനുഷ്യൻ ആത്മീകമായി മുന്നേറുന്നതിൻ്റെ ഒരു വലിയ ശക്തിയാണ് നമ്മുടെ എല്ലാവരുടെയും നവീകരണ ജീവിതം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് ചില കാര്യങ്ങൾ മാത്രം ഓർമ്മിക്കാം. നവീകരണത്തിൽ ആദ്യമായിട്ട് വരുന്നത്, നവീകരണം നടക്കുന്നത് വചനത്തിലൂടെയാണ്. ഇന്ന് ദൈവവചന പ്രഘോഷണം പലപ്പോഴും കുറച്ച് കൊണ്ടുവരുന്നു. ഇല്ല, എത്രമാത്രം ദൈവവചനം ഒരു നവീകരണ ധ്യാനത്തിന് കൊടുക്കാൻ കഴിയുന്നുവോ അത്രമാത്രം ദൈവം പ്രവർത്തിക്കും. വചനത്തിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്കിപ്പോൾ പുറത്തുപോയി ദൈവത്തിൻ്റെ വചനം കേൾക്കാനോ പ്രഘോഷിക്കുവാനോ സാധിക്കുന്നില്ല എങ്കിലും നമ്മുടെ വീടുകളിൽ ആ കൗദാശികമായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയും നമ്മുടെ വീടുകൾ ആരാധന മുറിയായി, വചന പ്രഘോഷണ മുറിയായി മാറുകയും ചെയ്യേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുകയാണ്. ഒന്നുകൂടി ആഴമായി ചിന്തിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ നവീകരണം ദൈവം നമുക്ക് കത്തോലിക്ക സഭയിലൂടെ 20-ാം നൂറ്റാണ്ടിൽ നൽകിയ ഏറ്റവും വലിയ ഒരു സമ്മാനമാണ്. മാർപ്പാപ്പ എന്ന് പറഞ്ഞത്, ഈ സമ്മാനം സ്വീകരിച്ച് നിങ്ങൾ വളർത്തുന്നില്ല എങ്കിൽ സഭയ്ക്ക് നാശമുണ്ടാകും. വളർത്തുമെങ്കിൽ സഭ വിജയിക്കും. സഭയെ വിജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതും നമ്മൾ ഓരോരുത്തരുമാണ്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, വചനം
എന്താണ് നമുക്കറിയാം. വചനത്തിലൂടെയാണ് നവീകരണം സാധ്യമാകുന്നത്. നമ്മളെല്ലാവരും വചനപ്രഘോഷകരാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഏതൊരു വ്യക്തിക്കും വചനം പ്രഘോഷിക്കുവാനും വചനം കേൾക്കുവാനും അധികാരമുണ്ട്. രണ്ടാം വത്തിക്കാൻ സൂനകദോസിന് ശേഷം വത്തിക്കാൻ സൂനകദോസിലെ ഡിഗ്രിയിൽ പറയുകയാണ്, ജ്ഞാനസ്നാനം സ്വീകരിച്ച ഏതൊരു വ്യക്തിക്കും ദൈവവചനം പ്രഘോഷിക്കുവാനും പഠിപ്പിക്കുവാനും അത് ജീവിക്കുവാനും അത് കേൾക്കുവാനുമുള്ള അധികാരമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും സത്യം പറഞ്ഞാൽ വചനപ്രഘോഷകരാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ ചുണ്ടിലും നിങ്ങളുടെ ചെവിയിലും ആ കുരിശു വരച്ചുകൊണ്ട് നമ്മുടെ ഇടവക വികാരിമാർ പറഞ്ഞ വാക്കുകളൊന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ തിരുവചനം പ്രഘോഷിക്കുവാൻ നിന്റെ അധരങ്ങളെയും ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുവാൻ നിന്റെ കർണപുടങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് അഭിഷേകം ചെയ്യട്ടെ. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും ദൈവം നമുക്ക് കാണിച്ചു തരുന്ന വലിയ വഴികൾ വളരെയേറെ വിചിത്രമാണ്. ദൈവം അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. എന്താണ് ഈ വചനമെന്ന്? വചനം പ്രകാശമാണ്. ആ പ്രകാശം യേശുവാണ്. യേശു ദൈവമാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹം മോചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിലൂടെയുള്ള മനുഷ്യൻ്റെ മോചനം, ദൈവവചനത്തിലൂടെയുള്ള നവീകരണം. വചനം പ്രകാശമാണ്. പ്രകാശം യേശുവാണ്. യേശു ദൈവമാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹം മോചനമാണ്. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കരങ്ങളെല്ലാം കൂപ്പിപ്പിടിച്ച് കണ്ണുകളെ അടച്ച് നമ്മുടെ കുടുംബത്തിലിരുന്നു കൊണ്ട്, കുടുംബത്തിലെ ആരാധന മുറിയാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സന്തോഷങ്ങളെ, നമ്മുടെ ദുഃഖങ്ങളെ, നമ്മുടെ രോഗങ്ങളെ, നമ്മുടെ പാപങ്ങളെ നമുക്ക് യേശുവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാം. തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നവീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നവീകരണത്തിലൂടെ ഞങ്ങൾക്ക് നിരുദൈവികമായ സ്വസ്ഥതയും അനുഗ്രഹവും വളരെയേറെ സമൃദ്ധിയും നൽകി ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും ആശീർവദിക്കണമേ. ദൈവവചനത്തോടുള്ള വലിയ ആഗ്രഹവും കേൾക്കുവാനും പഠിപ്പിക്കുവാനും നൽകുവാനുമുള്ള ഞങ്ങളുടെ ആ വലിയ അഭിവാഞ്ചയെ അവിടുന്ന് ഈ നിമിഷം ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ നിൻ്റെ വചനപ്രഘോഷണത്തിൻ്റെ വലിയ മാറ്റലുകൊണ്ട് നിറയട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥനയിലൂടെയും ദൈവ സാന്നിധ്യ അനുഭവത്തിലൂടെയും യേശു എഴുന്നള്ളി വന്ന് അനുഗ്രഹിക്കുന്ന ഭവനങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കൊണ്ട് നമ്മുടെ ഭവനത്തെ നവീകരിക്കാം. യേശുവിൻ്റെ സാന്നിധ്യമാകുന്ന ദിവ്യകാരുണ്യം കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാം. പരസ്പരമുള്ള സ്നേഹത്തിലൂടെ നമുക്ക് യേശുവിനെ നമ്മളുമായി അടുത്തു വരുന്നവർക്ക് നൽകുകയും ചെയ്യാം. സർവശക്തനായ ദൈവമേ, ഈ മക്കളെ ഓരോരുത്തരെയും
ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും നിൻ്റെ ദിവ്യ കരങ്ങൾ നീട്ടി ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ. ഹല്ലേലൂയ.